Okay, all of you, please mark your attendance. Mark ചെയ്തവര് ഒന്നുകൂടെ മാർക്ക് ചെയ്യാം. Okay. Okay, what did we learn in the last class? What did we learn in the last class? Faith, what was that? Faith? Yes, miss. What did we learn in the last class? About what? History of artificial intelligence. Okay, history. Before that, we learned something about AI. Before learning history, we learned about The need of AI. the need of AI. Okay, do you remember that? Yes, miss. What were the important points in need of AI? Try to recall it. We have also remained object organ for Well, okay, what is the main aim of artificial intelligence? What is the main aim of artificial intelligence? What did you understand? human beings. Think like? Human beings. Okay, make machines which think like human beings, which act like human beings. Okay. And we learned some points related to need of AI, right? What were they? Let me share your image in your class group. Okay, what were the needs? There are some points, right? AI can automate modern tasks. Not AI modern, it's mundane. mundane tasks. Yeah. AI help achieve incredible Accuracy, accuracy. incredible accuracy. AI and Hmm? AI-enabled mission have better memory. AI-enabled mission work faster. Okay, did you read your textbook after my last class? Sincerely answer me. ആരൊക്കെ ബുക്ക് വായിച്ചു ടെക്സ്റ്റ് വായിച്ചു and what about others? Dia, where are you looking at? Okay, so when you read your textbook you should be able to understand the points also. ചുമ്മാ വായിക്കരുത്. നിങ്ങൾ വായിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പഠിച്ചത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോ ജസ്റ്റ് വായിച്ചു വിട്ടു, പിന്നെ ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ആൻസർ പറയാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ വായിച്ചുകൊണ്ട് എന്ത് ഗുണം? എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. So when you read, understand the points. Okay? അതുപോലെ വേണം വായിക്കാൻ. വായിക്കാൻ വേണ്ടി വായിക്കരുത്. You should be able to understand the points. ഓരോ പോയിന്റ്സും മനസ്സിലായില്ലെങ്കിൽ അത് മനസ്സിലാവുന്നത്രയും വായിക്കണം. എക്സാമിന് എങ്ങനെയാ പഠിക്കുക? അതുപോലെ വേണം ഇപ്പൊ ഇരുന്ന് വായിക്കാൻ. ഇപ്പൊ നിങ്ങൾ അത്രയും ടൈം സ്പെൻഡ് ചെയ്ത എക്സാമിന് ജസ്റ്റ് നിങ്ങൾക്ക്
ഒന്ന് ഓടിച്ച് വായിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ആ പേജ് കാണുമ്പോഴത്തേനും യു വിൽ ഓട്ടോമാറ്റിക്കലി റിമെമ്പർ തിങ്സ്. ഓക്കെ, എക്സാമിന്റെ തലേന്നേക്ക് വെച്ചാല് ഈ പോർഷൻ നിങ്ങൾക്ക് തലയിൽ പെട്ടെന്ന് കയറുന്നതല്ല, പെട്ടെന്ന് മറന്നു പോകുന്നുണ്ട് അല്ലേ? ഇല്ലേ? കാര്യം യു ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് തിങ്സ് ബട്ട് യു കെൻ നോട്ട് റിമെമ്പർ ദാറ്റ്. ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ അത് ഓർത്തെടുക്കുമ്പോൾ യു ഹാവ് പ്രോബ്ലംസ്, റൈറ്റ്? അല്ലേ? ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ നിങ്ങൾ അതെന്താണ് ഒരു സ്ട്രഗിൾ ഇല്ലേ? അത് ഉണ്ടാവാൻ പാടില്ല. അപ്പോ അത് ഇല്ലാത്ത രീതിയിൽ വേണം ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ. അതിലെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എപ്പോഴും നിങ്ങളുടെ തലയിൽ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഇത് കൂട്ടി വെച്ചിട്ട് എക്സാമിന് ഒരുപാടുണ്ടാവും. അതെല്ലാം കൂടെ എപ്പം നിങ്ങൾ പഠിക്കുക? ഒരു പേജ് പഠിക്കാൻ എടുക്കുമല്ലോ സമയം, ഇല്ലേ? സോ ഉള്ള സമയം മര്യാദയ്ക്ക് ഇരുന്നിട്ട് ഫോക്കസ്ഡ് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് പഠിക്കുക. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട. അത് പഠിക്കുന്ന സമയം നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് സിൻസിയർ ആയിട്ട് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി സമയം നിങ്ങൾക്ക് എന്തിനു വേണ്ടിയും യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആ പഠിച്ചതിന് അത്രയും സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്തു എന്നല്ല എൻ്റെ അർത്ഥം. ഒരു സമയം ഉപയോഗിക്കുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാം. ഓക്കെ, സോ ഈ നീഡ് ഓഫ് എ ഐ പഠിക്കുമ്പം ഒന്ന് പറയുന്നത് എ ഐ കണ്ടുപിടിച്ചിരിക്കുന്നത് ഒരു ഹ്യൂമന്റെ ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് അല്ലേ? ഹ്യൂമൻ ബീങ്സ് ആർ ഏബിൾ ടു ഡു വാട്ട് എവർ ദ മെഷീൻസ് ക്യാൻ ഡു. ഓക്കെ, ബട്ട് വൈ വി ഇൻവെന്റഡ് എ ഐ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻവെന്റ് ചെയ്തേക്കുന്നത് തന്നെ ഹ്യൂമൻ ബീങ്സിന് എല്ലാ ടാസ്കും ബെറ്റർ ആയി ചെയ്യാൻ പറ്റും. പക്ഷെ അതിലും ബെറ്റർ ആയിട്ട് മച്ച് ടൈം കൺസ്യൂമിങ് അല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എ ഐയുടെ ഒരു ഇൻവെൻഷൻ നടത്തിയിരിക്കുന്നത്, ഹ്യൂമൻ ബീങ്സിനെക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് എൻ്റെ ആ ഒരു ഫസ്റ്റ് പാരാഗ്രാഫിൽ നമുക്ക് കിട്ടുന്ന ഒരു മെയിൻ ഐഡിയ ഇതാണ് അല്ലേ? ഒരു ഐഡിയ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ ചെറിയ ക്ലാസ്സിലാവുമ്പോൾ യു ക്യാൻ റൈറ്റ് പോയിന്റ്സ് ആൻഡ് യു വിൽ ഗെറ്റ് മാർക്ക്. ബട്ട് വെൻ യു കം ടു ഡിഗ്രി ആൻഡ് ഓൾ യു മേ ഹാവ് എ സിംഗിൾ ഐഡിയ, യുനോ, ഒരു ചെറിയ ഐഡിയ, ഒരു സെന്റൻസ് പോലെ ഉണ്ടാവുള്ളൂ. യു ഹാവ് ടു ഇലാബറേറ്റ് ഇറ്റ്. നമ്മൾ കത്തിയടിക്കാന്നൊക്കെ പറയും. അപ്പം ഒരു ഐഡിയന്ന് അതിനോട് കണക്ട് ചെയ്ത് പോയിന്റ്സ് ഉണ്ടാക്കാനും വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ പഠിക്കണം. അപ്പൊ ഇപ്പോഴേ ചെറിയ കാര്യം തന്നെ മറന്നുപോയാൽ വലുതാകുമ്പോൾ നമുക്ക് ആ ഒരു എബിലിറ്റി കിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതിനകത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സും കൂടെ ഓർത്ത് വെക്കുക. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, സെയിം മീനിങ് തരുന്ന പോയിന്റ്സ് തന്നെയാണ്, പക്ഷെ അത് ഇറ്റ് ഈസ് ഡിഫറെന്റ്, എന്നാലും അത് ഡിഫറെന്റ് ആണ്. ഓക്കെ, സോ the attributes in the AI has made performance of number of tasks very easy due to following attributes. Attributes ആണ് AI can automate mundane task. Mundane task എന്ന് പറഞ്ഞാൽ അധികം ഇന്റലിജൻസ് ഒന്നും വേണ്ടാത്ത ടാസ്ക് ആണ് mundane task. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്, എന്നാൽ അധികം ഇന്റലിജൻസ് ആവശ്യമില്ലാത്ത ടാസ്കിനെയാണ് നമ്മൾ mundane task എന്ന് പറയാം. അപ്പം ഹ്യൂമൻ ബീങ്സ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഒരു മെഷീന് mundane ടാസ്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിന് കുറച്ചുകൂടെ ഇന്റലിജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാം അല്ലെ? ബോറിംഗ് ആയിട്ടുള്ള ടാസ്കുകൾ മെഷീൻ ഏൽപ്പിക്കുന്നു, എന്നാൽ കുറച്ചുകൂടെ ഇന്റലിജൻസും കുറച്ചുകൂടെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഹ്യൂമൻ ബീങ്സ് ചെയ്യുന്നു. അപ്പൊ അവരുടെ പണി ചെയ്തോളൂ, നമുക്ക് ഇങ്ങനത്തെ അനാവശ്യ പണികളെല്ലാം ഒഴിവായി കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് കുറച്ചുകൂടെ വലിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റും അല്ലേ? ഓക്കെ, AI helps achieve incredible accuracy. Machines in the main benefit it is more accurate than human. It is really accurate. It won't make any mistake. It won't commit any mistake. Or error or mistakes ഒന്നും മെഷീൻസ് വരത്തില്ല അല്ലെ? നമ്മുടെ ഇൻപുട്ട് തെറ്റിപ്പോയാൽ മാത്രമേ അതിന് റോങ് ആൻസർ തരത്തുള്ളൂ. നമ്മുടെ ഇൻപുട്ട് കറക്റ്റ് ആണെങ്കിൽ അത് it will always give the right answer or accurate result. Okay, but നമുക്ക് തെറ്റ് പറ്റാം അല്ലേ? ഡിപ്പെൻസ്. നമ്മൾ ഒരുപാട് തിരക്ക് പിടിച്ചിട്ട് മാത്സ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പം അത് ചിലപ്പോൾ ആക്യുറേറ്റ് ആയിരിക്കണം എന്നില്ല. സമാധാനമായിട്ട് ചിന്തിച്ച് ചെയ്യുമ്പോഴല്ലേ കുറച്ചുകൂടെ ആക്യുറേറ്റ്.
ഇപ്പൊ എക്സാമിന് ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ കുറെ നമ്പേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ചടപട ആഡ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും മിസ്റ്റേക്സ് വരാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ? പക്ഷെ നമ്മുടെ സ്ഥാനത്ത് മെഷീൻസ് ആണെങ്കിൽ ആ ഒരു തെറ്റ് വരില്ല. ഓക്കെ, AI enabled machines have better memory. We also have memory, but they have better memory. ഒന്നാമത് അവർക്ക് കൊടുക്കുന്ന ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ will be always there, not like us. We may forget things, but machines never forget. They always remember whatever there in a memory. അവരുടെ മെമ്മറിയിലുള്ള കാര്യങ്ങൾ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. ഡിലീറ്റ് ചെയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നശിപ്പിക്കുന്ന അത്രയും കാലം അവിടെ ഉണ്ടാവും അല്ലേ? പക്ഷെ നമുക്ക് ഇപ്പൊ തന്നെ ടെക്സ്റ്റ് വായിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറന്നുപോയവരുണ്ടാവും അല്ലേ? ഹോംവർക്ക് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ മറന്നു പോകുന്നവരുണ്ട്. മെഷീൻസ് ആർ നോട്ട് ലൈക്ക് ദാറ്റ്. ഓക്കെ, AI enabled machines work faster. The speed at which AI system is much faster than human brain. അപ്പം മെഷീൻസിനോട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ജസ്റ്റ് നീഡ് ആൻ ഇൻപുട്ട്. ഒരു ഇൻപുട്ട് കിട്ടിയ ഓൺ ദ സ്പോട്ടിൽ അത് റിസൾട്ട് തരും. നമുക്ക് തന്നെ ചിലപ്പോ ഇത് എങ്ങനെ ചെയ്യണം എന്നായിരിക്കും നമ്മുടെ ഫസ്റ്റ് കാര്യം. നമുക്കൊരു പ്രോബ്ലം കയ്യിൽ കിട്ടിയാല് the first question will be how to handle this, how we will solve this. അതിനു വേണ്ടി നമ്മൾ കുറച്ച് സമയം കളയും. അതിൽ ബെറ്റർ മെത്തേഡ് ചൂസ് ചെയ്തെടുക്കും. കുറെ സമയം പോയി. ആ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പോയി. അങ്ങനെ ആൻസറിലേക്ക് എത്തുമ്പോഴത്തേനും കുറെ സമയം പോയി. പക്ഷെ ഈ മെഷീൻസിന്റെ കാര്യത്തിൽ നമുക്കൊരു പ്രോബ്ലം എത്രയും ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ളത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെക്കും. ഇന്നൊരു സിറ്റുവേഷൻ വന്നാൽ ഇറ്റ് ഷുഡ് ആക്ട് ലൈക്ക് ദാറ്റ് എന്നും പറഞ്ഞ് പ്രോഗ്രാം ചെയ്ത് വെക്കും. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് പെട്ടെന്ന് റിയലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ആക്ട് ചെയ്യും. ആ ഇൻപുട്ടിനനുസരിച്ച് ആ ഡേറ്റ അനലൈസ് ചെയ്തിട്ടാണ് എന്താ അതിനനുസരിച്ചുള്ള റിസൾട്ട് ആവുന്നത്. ഇൻപുട്ട് ഡാറ്റ ഇൻഫർമേഷൻ അതെല്ലാം അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് മെഷീൻസ് വർക്ക് ചെയ്യും അല്ലേ? സോ ഹ്യൂമൻ ബീങ്സിനേക്കാളും ഫാസ്റ്റർ ആയിട്ട് മെഷീൻസിന് വർക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, നെക്സ്റ്റ്, importance of AI. Importance of AI. Why we are using AI? Need of AI തന്നെയാണ്. അതില് ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ 4 പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Decision making, solving complex problems, increased accuracy, performing high level computations. ഈ 4 ഏരിയാസിലാണ് എന്താ പറയാ നമ്മുടെ കമ്പ്യൂട്ടർ AI ഒരു ഇമ്പോർട്ടൻറ്റ് റോൾസ് പ്ലേ ചെയ്യുന്നത്. ഡിസിഷൻ മേക്കിംഗ്, ഒരു കോംപ്ലക്സ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഈസി ആയിട്ട് എന്ത് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് AI എനേബിൾഡ് സിസ്റ്റത്തിന് കഴിയും. ഇപ്പൊ ഓട്ടോമേറ്റഡ് കാർസിന്റെ കാര്യം പറഞ്ഞില്ലേ, GPS-ഉം എന്താ ഇനേഷ്യൽ നാവിഗേഷൻ സിസ്റ്റം, സെൻസേഴ്സ് എല്ലാം ഉണ്ട്. അപ്പം ആ സെൻസേഴ്സ് സെൻസ് ചെയ്യുന്ന ഡേറ്റയ്ക്ക് അനുസരിച്ച് അവര് ഡിസിഷൻസ് എടുക്കും അല്ലെ? ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, വഴിയിൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ റോഡിൽ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലോ ഡൗൺ ചെയ്യും, അല്ലെങ്കിൽ റൂട്ട് മാറ്റാൻ നോക്കും അല്ലെ? അപ്പൊ അതൊരു ഡിസിഷൻ മേക്കിംഗ് ആണ്. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനനുസരിച്ച് എങ്ങനെ ആക്ട് ചെയ്യുന്ന വി വിൽ ഡിസൈഡ് അല്ലെ? Our brain decide, oh, someone is there in the middle of the road, I need to break down or I need to slow down. We will think like that, right? Okay, same way ഈ ഒരു രീതിയിൽ മെഷീൻസിനെ നമ്മൾ എനേബിൾ ചെയ്തെടുക്കാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് ഡിസിഷൻ മേക്കിംഗ്, ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. സോ സോൾവിങ് കോംപ്ലക്സ് പ്രോബ്ലംസ്, ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. ആ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാം. ഒരു മീൻസ് നമ്മളിപ്പോ ഒരേ മെത്തേഡിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ എത്ര എക്സ്പെർട്ട് ആണെങ്കിൽ കൂടി സംടൈംസ് വി മേ സ്റ്റക്ക് അല്ലെ? ഒരു മാത്സിൽ ഒരു സ്റ്റെപ്പ് ഉണ്ടാവും, വി ആർ സോൾവിങ് പ്രോബ്ലംസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതിയിട്ടാണ് അല്ലെ? വേ ഒക്കെ എഴുതിയിട്ടല്ലേ ചെയ്യുന്നത്. അതിനോരോ മെത്തേഡ് ഉണ്ട്. ഇപ്പൊ ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ കാണാനാണെങ്കിൽ ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ദ ലെങ്ത്, ബ്രെഡ്ത്ത്, ദെൻ വി നീഡ് ടു ആഡ് ദിസ് ആൻഡ് മൾട്ടിപ്ലൈ ദാറ്റ്. അപ്പൊ ഓരോരോ സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് ലെങ്ത് കണ്ടു, ബ്രെഡ്ത്ത് കണ്ടു, അത് രണ്ടും ആഡ് ചെയ്തു,
അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ലൈക്ക് ദിസ് സ്റ്റെപ്സ് അല്ലേ. അപ്പോ ഇത് സിമ്പിൾ സ്റ്റെപ്സ് ആണ്, വി ക്യാൻ ഡു ഇറ്റ് വെരി ഫാസ്റ്റ്. ബട്ട് ഇൻ കോംപ്ലെക്സ് ഇങ്ങനെ സയൻസ് ആൻഡ് ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഈ സയന്റിസ്റ്റിനും അങ്ങനെ കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ വരുന്ന സിറ്റുവേഷൻസിൽ ഈസി ആയിട്ട് അതെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടി AI എനേബിൾഡ് മെഷീൻസിന് പറ്റും. കാരണം ആ ഒരു സ്റ്റെപ്പ് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇൻപുട്ട് കിട്ടേണ്ട ആവശ്യമുള്ളൂ. ഇറ്റ് വിൽ പ്രോസസ് ഇറ്റ് ആൻഡ് സഡൻലി ഗിവ് ദ ആൻസർ. ഇൻക്രീസ്ഡ് ആക്യുറസിയുടെ കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ് അല്ലേ. ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് തരാം. പെർഫോമിംഗ് ഹൈ ലെവൽ കമ്പ്യൂട്ടേഷൻസ്. ഇപ്പൊ പറഞ്ഞു നമുക്ക് മീൻസ് നോർമൽ ഹ്യൂമൻ ബീങ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യാത്ത കാൽക്കുലേഷൻസ് ഉണ്ടാവില്ലേ, വലിയ തല പൊക്കഞ്ഞ് ചെയ്യേണ്ട കമ്പ്യൂട്ടേഷൻസ് കാര്യങ്ങൾ ഉണ്ടാവില്ലേ. ഫോർ സയന്റിസ്റ്റ് ആൻഡ് എന്താ പറയാ, സ്പേസിലേക്കുള്ള കാര്യങ്ങളൊക്കെ സയന്റിസ്റ്റ് നമ്മൾ ഇങ്ങനെ റോക്കറ്റ് കാര്യങ്ങൾ റിലേറ്റഡ് ആണെന്ന് വരുമ്പോൾ ആ മാത്സ് എന്ന് പറയുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ വലിയ കമ്പ്യൂട്ടേഷൻസ് ഒക്കെ ആവശ്യമുള്ള ഒരു മാത്സ് ഒക്കെയാണ് അവിടെ ഉപയോഗിക്കുക. അപ്പൊ അതെല്ലാം ഹൈ ലെവൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ AI എനേബിൾഡ് മെഷീൻസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ. അപ്പൊ ഒന്നുകൂടെ അത് മനസ്സിരുത്തി വായിക്കുക കേട്ടോ. ഈ പോയിന്റ്സ് ഒന്നുകൂടെ ഒന്ന് മനസ്സിരുത്തി വായിക്കുക. ഈ സെയിം പോയിന്റ്സ് തന്നെയാണ് സ്റ്റാർട്ട് ടു എൻഡ് പറയുന്നത് അല്ലേ. ഞാൻ ചാപ്റ്റർ തുടങ്ങിയപ്പോ തൊട്ടേ ഏകദേശം സെയിം പോയിന്റ്സ് ആണ് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ആ പോയിന്റ്സ് എല്ലാം ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ഇൻ യുവർ മൈൻഡ്. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് റിലേറ്റ് ചെയ്തിട്ട് എഴുതാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കണം. അതിനെ ടെക്സ്റ്റ് വായിച്ചിട്ട് പോയിന്റ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിൻ എയിം. ആദ്യം എഴുതാനുള്ള പോയിന്റ്സ് സമ്പാദിക്കുക ബൈ റീഡിങ് ടെക്സ്റ്റ് ബുക്ക്. ഞാനിപ്പോ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവണ്ട. ഐ നോ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് എവറിഥിങ്, ബട്ട് ദ പ്രോബ്ലം ഇസ് യു മേ ഫോർഗെറ്റ്. ഇതിപ്പോ ഈ ക്ലാസ് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ചോദിച്ചാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. ആ കൺഫ്യൂഷൻ ഒഴിവാക്കണം. ടെക്സ്റ്റ് വായിച്ചിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള പോയിന്റ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, then we discussed the history of AI. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. So John McCarthy is one of the founding fathers of artificial intelligence, together with Alan Turing, Marvin Minsky, Alan Newell and Herbert A. Simon. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് വല്ല ക്യൂസ് റിലേറ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും, വേണമെങ്കിൽ ഓർത്ത് വെക്കാം. ഓക്കെ, ഈ പോയിന്റ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞൊരു ടേം കോയിൻഡ് ഇൻ ദ കോൺഫറൻസ് ഹെൽഡ് ഇൻ ഏതായിരുന്നു സ്ഥലം? ഡാർട്ട്മൗത്ത് ഇൻ 1956. അങ്ങനെ പറഞ്ഞില്ലേ ഹിസ്റ്ററി പറഞ്ഞിട്ട്. സെയിം പോയിന്റ്സ് ആണ്. അതിൽ കുറച്ച് ആരൊക്കെയാണ് സംഭാവന ചെയ്തിരുന്നത്, ഐ മീൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററിയിൽ പറഞ്ഞതേ ഉള്ളൂ. 1950 ട്യൂറിംഗ് ടെസ്റ്റ് വാസ് കണ്ടക്ടഡ്. This marked the birth of AI. Turing test എന്ന് പറഞ്ഞാൽ it is a test conducted by Alan Turing. എന്ന് വെച്ചാൽ ഈ ഹ്യൂമൻ ബീങ്സിനെ പോലെ മെഷീൻസിന് തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റ്. ഓരോ ഇൻപുട്ട് വരുന്നതിനനുസരിച്ച് മെഷീൻസിന് ഏത് രീതിയിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ, ഏത് രീതിയിലേക്ക് ഏതൊക്കെ സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതിന്റെ ബേസിൽ ഒരു ടെസ്റ്റ് ആണിത്. അതാണ് AI-യുടെ ബർത്ത് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. കാരണം ഇൻ AI വി ആർ മേക്കിംഗ് മെഷീൻസ് ടു തിങ്ക് ലൈക്ക് ഹ്യൂമൻസ് അല്ലേ. അപ്പം മെഷീൻസിനെ തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്തു അലൻ ട്യൂറിംഗ്. അദ്ദേഹമാണ് അത് ആദ്യമായി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ടെസ്റ്റിനെ എന്താ പറയാ, ഇറ്റ് മാർക്ക്ഡ് ആസ് എ ബർത്ത് ഓഫ് AI. Okay. In 1956, the term artificial intelligence was coined. In 1974, computer were faster and economical. In 1980, expert systems emulated decision-making ability of human. It was known as the year of AI. ഒരു 1956 കഴിഞ്ഞിട്ട് ഒരു 80 വരെ AI-നെ കുറിച്ച് റിസർച്ച് നടന്നു. പക്ഷെ ഒരു വലിയൊരു കാര്യമായിട്ടുള്ള ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ബട്ട് 1980s ശേഷമാണ് AI-ൽ കാര്യമായ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായത്. ആഫ്റ്റർ 1980s
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ കൂടുതൽ ഇൻവെൻഷൻസ് വന്നു, കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ വന്നു, ന്യൂ ഐഡിയാസ് വന്നു. 1980s തൊട്ട് AI എന്ന് പറയുന്നത് ഒരു ഇയർ ഓഫ് AI മാറി. കൂടുതൽ കാര്യങ്ങൾ AI റിലേറ്റഡ് ആയിട്ട് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റി. So in 2000 landmark goals such as interactive robots and smart cars were developed. 2000 ആയപ്പോഴത്തേന് എന്തായി? റോബോട്ട്സും AI enabled automated cars എല്ലാം ഡെവലപ്പ് ചെയ്തു അല്ലേ? അപ്പോൾ ഇതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്സ് അല്ല. നെക്സ്റ്റ് തിങ് ഇസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദിസ് പോയിന്റ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഓക്കെ, can you say some difference between AI and artificial intelligence and human intelligence? ഇത്രയും പറഞ്ഞത് വെച്ച് you need to find. Don't look at the textbook, just use your memory. Say some points related to, say some points. What are the difference between artificial intelligence and human intelligence? What do you think? Tell me. Miss, the point artificial intelligence brain illa. Faster than Brain illa. Okay. Faster than human. Okay. Okay, very good. I didn't get that point. Say it again. Human beings think ചെയ്യാൻ പറ്റൂല. Okay, human beings നെ പോലെ think ചെയ്യാൻ പറ്റത്തില്ല, but now they can. ആ ഒരു രീതിയിൽ ആ മെഷീൻസിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ദ സെയിം തിങ്സ്. About Sridev, are you saying something? You're mute. Do you have any point? So you were singing? Okay. Do you have any point? Tell me a difference between human intelligence and artificial intelligence. Yes, human intelligence of Human intelligence are Miss, yes, tell me. most flexible. Human have not fast, but artificial intelligence have faster and speed. Okay, human can work faster, but artificial intelligence works faster than human intelligence. AI enabled machines work faster than human. Okay, next, what about memory? Tell me, just the memory of humans will forget. okay, humans may forget things, but AI enabled machines will not forget. okay, AI enabled machines have high memory capacity, right? Okay. Miss, Yeah. may make errors in works. Okay, it's about okay accuracy. AI, artificial intelligence enabled machines. AI enabled machines have accuracy than human. Machines human beings നേക്കാളും accurate ആയിട്ടുള്ള result തരുന്നുണ്ട്. Very good. Okay, difference between human intelligence and artificial intelligence. The major differences between human intelligence and artificial intelligence are follows. Okay. Human beings possess intrinsic qualities such as thinking, reasoning, and reviewing. We can think, we can give reason, we can review something. അല്ലേ? നമുക്കൊരു കാര്യം ചിന്തിക്കാൻ പറ്റും. ഓക്കെ, ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു റീസണിങ് എബിലിറ്റി ഉണ്ടാവും.
മീൻസ് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നത് നമുക്കൊരു റീസണിങ് കപ്പാസിറ്റി ഉണ്ട്, എബിലിറ്റി ഉണ്ട്. നമുക്ക് കാര്യങ്ങൾ വീണ്ടും റിവ്യൂ ചെയ്യാനൊക്കെ പറ്റും അല്ലേ? AI is an innovation created by human intelligence and is designed to do specific tasks faster than with less effort. AI എന്തിനാ? AI is an innovation created by human intelligence. AI എന്ന് പറയുന്നത് is created by human intelligence. അല്ലേ? AI create ചെയ്ത human beings ആണ്. And it is designed to do specific task faster and with less effort. എന്തിനാ ഡിസൈൻ ചെയ്തത്? AI ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാ? To do task, ഓരോരോ കാര്യങ്ങള് to task faster and with less effort. ഫാസ്റ്റർ ആയിട്ട് ചെയ്യണം, സമയം എടുക്കാതെ പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. അതേപോലെ തന്നെ അധികം എഫേർട്ടും എടുക്കാൻ പാടില്ല. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ കൂടുതൽ എഫേർട്ട് എടുക്കും അല്ലേ? നമുക്ക് കുറച്ചുകൂടെ സ്ട്രെസ്സും കാര്യങ്ങളും വരും. നമ്മൾ ഒരു കാര്യം ഒരുപാട് തവണ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ബോഡി വീക്ക് ആവും, മൈൻഡിൽ കൂടുതൽ സ്ട്രെസ് വരും, ഭയങ്കര ഒരു ടെൻസ്ഡ് ആയിട്ടൊരു സിറ്റുവേഷൻ വരും അല്ലേ? പ്രഷർ കുക്കറിന്റെ മാതിരി. പക്ഷെ മെഷീൻസിന് ആ ഒരു സിറ്റുവേഷൻ ഒന്നും വരില്ല. ഓരോ ടാസ്ക് കിട്ടിയാൽ വളരെ ഫാസ്റ്റ് ആയിട്ടും എഫേർട്ട് ഇല്ലാതെയും ചെയ്യാൻ പറ്റും. Okay. Human beings cannot beat the speed of AI enabled machines. എന്താണ് പറഞ്ഞത്? It does mean that machine works faster than humans. നമുക്ക് അവരുടെ സ്പീഡിനെ തോപ്പിക്കാൻ പറ്റത്തില്ല അല്ലേ? And I told you about Shakuntala Devi in the first class. She is known as human computer. She could beat machines. കാൽക്കുലേറ്ററിനെക്കാളും സ്പീഡില് കാൽക്കുലേഷൻ ചെയ്തിരുന്ന ഒരു വുമൺ ആയിരുന്നു. ഷീസ് ആൻ ഇന്ത്യൻ, ശകുന്തള ദേവി. ഇപ്പൊ മരിച്ചു. നിങ്ങൾക്ക് വീഡിയോസ് കാണും യൂട്യൂബില്, സമയം കിട്ടുമ്പോൾ ഒന്ന് എടുത്തു നോക്ക്. ഇറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. വളരെ വലിയ വാല്യൂസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ വെരി ഗുഡ്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. അത് നിങ്ങളുടെ ടെക്സ്റ്റിലില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു പോയിന്റ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് അവരെ ഓർത്തു. So normal human beings cannot beat the speed of AI-enabled machines. Okay, AI-enabled machines are faster and better than human beings. നമ്മളെക്കാളും faster ആണ്, നമ്മളെക്കാളും better ആണെന്നാ പറയുന്നത്. You know that point. I don't need to explain that, right? Human decision making ability is based on cognition. ഇല്ലേ? ഇപ്പൊ നമുക്ക് ആ ഒരു ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താ പറയാ, ആ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഡിസിഷൻ എന്താ പറയാ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? എന്ത് തന്നെ സിറ്റുവേഷൻ വന്നാലും നമ്മൾ എന്തെങ്കിലും ഒരു രീതിയിലൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. കാരണം നമുക്ക് വി ആർ ഫ്രീ ടു തിങ്ക് ഇൻ മെനി വേസ്. ഒരുപാട് കാര്യങ്ങൾ വളരെ രീതിയിൽ ഒരു മെത്തേഡ് തന്നെയല്ല, നമ്മൾ പല മെത്തേഡിൽ ചിന്തിച്ചിട്ട് തന്നെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. കാരണം നമുക്ക് എക്സ്പീരിയൻസ് വെച്ചും നമ്മുടെ ഒരു ബ്രില്യൻസ് ഇന്റലിജൻസ് വെച്ചും അതേപോലെ നോളജ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. കുറെ ഇൻഫർമേഷൻ ഡേറ്റ ആർ ഇൻ അവർ ഹെഡ്. നമ്മൾ മറന്നു പോവെങ്കിലും ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞതും കേട്ടതും ഒക്കെ വെച്ചിട്ട് ഒരു ഡിസിഷൻ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ AI-enabled systems use different models that try to mimic human behavior for decision making. പക്ഷെ എങ്ങനെ AI-enabled മെഷീൻസിൽ എങ്ങനെയാ? നോർമലി ഹ്യൂമൻ ബീങ്സ് ഓരോ സിറ്റുവേഷൻ എങ്ങനെ ആക്ട് ചെയ്യുന്നു അതിനെ കുറിച്ചൊരു ഡാറ്റ തയ്യാറാക്കും. ഈ ഒരു സിറ്റുവേഷൻ വന്നാൽ വാട്ട് ഹ്യൂമൻ തിങ്ക്, ഹൗ ഹ്യൂമൻ ബി വിൽ ആക്ട്, എങ്ങനെ ബിഹേവ് ചെയ്യും. ആ ഒരു രീതിയിലുള്ള ഡാറ്റ അനലൈസ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ ബേസിലാണ് ഒരു ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്. കാരണം ഒരുപാട് ഡേറ്റ അനലൈസ് ചെയ്തിട്ടാണ് AI-ല് ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നത്, നമ്മളെ പോലെയല്ല. കാരണം കുറെ അധികം സിറ്റുവേഷൻസ് എന്താ പറയാ ഉണ്ടാവും. അതിനെക്കുറിച്ച് അതെല്ലാം വെച്ചിട്ട് മോഡൽ ചെയ്തിട്ടുള്ള ഒരു മീൻസ് പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ആണോ AI-ലുള്ളത്. ഓക്കെ, അപ്പൊ വേറൊരു പ്രോഗ്രാംഡ് അല്ലാത്ത രീതിയിൽ ഒരു സിറ്റുവേഷൻ വന്നാൽ AI-enabled കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, there is a room for human errors as chances are high that certain details may be missed. It's about memory.
നമ്മുടെ തലയിലുള്ള കുറെ കാര്യങ്ങളെല്ലാം മിസ്സാവാനുള്ള സാധ്യത ഉണ്ട് അല്ലേ? കാരണം വി മേ ഫോർഗെറ്റ് സംതിങ്. കുറെ ഡാറ്റ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ ഓഫീസിലെ കാര്യങ്ങളാണെങ്കിൽ സാർ എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളാവുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മിസ്സാവും. പക്ഷേ AI produces accurate result as it works on a set of programmed rules. AIക്ക് കൊടുത്ത എല്ലാ വർക്കും അത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. അതെന്താ പറയാ, പെട്ടെന്ന് തന്നെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുകയും ചെയ്യും. കാരണം ഒരു പ്രോഗ്രാംഡ് ആണ്. പറഞ്ഞില്ലേ, ഒരു കാര്യം കിട്ടിയ, ഒരു ടാസ്ക് കിട്ടിയാൽ ഇന്ന രീതി ചെയ്യണമെന്ന് അതിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. Human intelligence is flexible as it can adapt its response to change of environment. ഇപ്പൊ നമ്മൾ ഒരു മുമ്പിൽ ഒരു പെട്ടെന്ന് കാര്യം, നമ്മളിപ്പം നടന്നു പോകുമ്പോ പെട്ടെന്ന് മഴ പെയ്യുമ്പോ മഴയാവുമ്പോൾ നമ്മുടെ കുടയൊന്നുമില്ല. പെട്ടെന്ന് നമ്മൾ മഴയാകുമ്പോൾ മഴയാണ്, നമ്മൾക്കിപ്പം എന്താ പറയാ, നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയി നിൽക്കുവോ, പണിയൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് മഴ കൊള്ളാത്ത രീതിയിലൊക്കെ നിൽക്കുകയോ ചെയ്യൂലേ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സഡൻ സിറ്റുവേഷൻ വരിക, അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് അതിനനുസരിച്ച് തിങ്ക് ചെയ്തിട്ട് നമ്മൾ തന്നെ മാറ്റം വരുത്തും അല്ലേ? പക്ഷേ AI-ക്ക് അങ്ങനെയുണ്ടോ? AI takes a lot of time to adapt to a new ചേഞ്ചസ് വരുന്നതനുസരിച്ച് അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് AI-ക്ക് സമയം. ഇതെന്താ സംഭവം എന്ന് ആദ്യം മനസ്സിലാക്കണം അല്ലേ AI? അതിനുശേഷം മാത്രമേ അത് ആക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് പെട്ടെന്ന് എന്താ പറയാ, എന്തെങ്കിലും ചേഞ്ചസ്, എൻവയോൺമെന്റിൽ ചേഞ്ച് വന്നാൽ പെട്ടെന്ന് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. ഹ്യൂമൻ ഇന്റലിജൻസ് സപ്പോർട്ട് മൾട്ടി ടാസ്കിങ്. നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും ഒരേ സമയത്ത്. ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടാവാം, ക്ലാസ്സിൽ ഇരുന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നുണ്ടാവാം. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഫ്രണ്ട്സിന് മെസ്സേജ് വായിക്കാം, പല കാര്യങ്ങൾ ചെയ്യാം അല്ലേ? മൾട്ടി ടാസ്കിങ് പറ്റും. ഇപ്പൊ അമ്മ തന്നെ അടുക്കളയിൽ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഒരു ഫുഡ് വെക്കും, കറി വെക്കും, വെള്ളം തിളപ്പിക്കാൻ വെക്കും, ക്ലീനിങ് ചെയ്യും, ഒരു ടൈമിൽ തന്നെ ചെയ്യും. ഒരു സൈഡിൽ ഒരു കാര്യങ്ങൾ നടക്കും, ഒരു സൈഡിൽ മറ്റു കാര്യങ്ങൾ നടക്കും അല്ലേ? ആൺകുട്ടികളെക്കാൾ കൂടുതലും മൾട്ടി ടാസ്കിങ് ചെയ്യുന്നത് അമ്മമാരാണ് ആണുങ്ങളെക്കാളും, ഐ ഗെസ്. ഇങ്ങനെയാണ് പറയാറ്. AI can perform fewer tasks at the same time as the system is programmed to take up one responsibility at a time. AI-ക്ക് അങ്ങനെ മൾട്ടി ടാസ്കിങ് കപ്പാസിറ്റി കുറവാണ്. അത് കൂടുതലും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ടാസ്ക് അറ്റ് എ ടൈം ചെയ്യുന്നുള്ള രീതിയിലാണ്. അതിന് ചേഞ്ചസ് വരാം. ഫ്യൂച്ചറിൽ മൾട്ടി ടാസ്കിങ് കപ്പാസിറ്റി കൊണ്ടുവരും. എന്തായാലും ഹ്യൂമൻ ബീങ്സ് അല്ലേ ആൾക്കാര്, എന്തെങ്കിലും ഒരു രീതിയിൽ കണ്ടുപിടുത്തങ്ങൾ നടത്താതിരിക്കത്തില്ല. പക്ഷെ മൾട്ടി ടാസ്കിങ് കപ്പാസിറ്റിയുടെ കാര്യം നോക്കുമ്പോൾ AI കുറച്ച് പുറകോട്ടാണ്. ഓക്കെ. ഈ ഡിഫറൻസസ് ഒക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. പക്ഷെ ദ പ്രോബ്ലം ഈസ് ഇംഗ്ലീഷിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വെൻ വി റീഡ് ദാറ്റ് വി ഗെറ്റ് ദ സെയിം ഐഡിയ അല്ലേ? ഇതേ കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു, ബട്ട് ഇറ്റ് വാസ് അതിനുവേണ്ടി നമ്മൾ വേറെ വേർഡ്സാണ് യൂസ് ചെയ്തത് അല്ലെ ഇംഗ്ലീഷിൽ. പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേനും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വന്നു, പുതിയ വേർഡ്സ് വന്നു. പക്ഷെ വി ആർ ഗെറ്റിംഗ് ദ സെയിം ഡേറ്റ ഫ്രം ദിസ് അല്ലെ? മറ്റേ നീഡ് ഓഫ് AI വായിക്കുമ്പോഴും ഇത് വായിക്കുമ്പോഴും സെയിം പോയിന്റ്സ് ആണ് നമുക്ക് ഏകദേശം മൈൻഡിലേക്ക് വരുന്നത്. റൈറ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ ആ ഒരു രീതി തന്നെ പഠിക്കുക. നിങ്ങൾ അതേ രീതിയിൽ തന്നെ പഠിക്കുക, ഇതും ഇതേ രീതിയിൽ തന്നെ പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ വൊക്കാബുലറി കൂടും. ഒരു കാര്യം രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന കണ്ടില്ലേ? ഓക്കെ, അത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ടൈപ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങി അടുത്ത ക്ലാസ്സിൽ തന്നെ തീർക്കണം. ഓക്കെ. അപ്പം ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് വന്നാലേ കാര്യമുള്ളൂ കേട്ടോ. യു ഷുഡ് ലേൺ ദിസ്. ഇന്ന് തന്നെ പഠിക്കാം. ഇതുവരെയുള്ളത് ഫസ്റ്റ് പേജ് തൊട്ട് ഈ പേജ് വരെയുള്ള ഡേറ്റ കറക്റ്റ് ആയിട്ട് കുത്തിയിരുന്ന് വായിക്കുക, മനസ്സിരുത്തി വായിക്കുക, എല്ലാ പോയിന്റ്സും അതേപോലെ തലയിൽ വെക്കുക. അപ്പൊ എക്സാമിൽ നിങ്ങൾക്ക് ഇതേപോലെ എഴുതിയാലേ ഞാൻ മാർക്ക് തരുമെന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഐഡിയ അവിടെ ഉണ്ടാവണം.
ഇതേ സെന്റൻസ് ബൈ ഹാർട്ട് ചെയ്യാൻ ഞാൻ പറയില്ല. I won't say that you have to by heart all the sentence, but by heart the main ideas, main points എപ്പോഴും by heart ഉണ്ടാവണം. By heart ചെയ്തണം. Okay? Okay. So let's see in the next class. ഇന്ന് ജസ്റ്റ് ഒരു പോയിന്റ്, ഒരു ടോപ്പിക്ക് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. നോ പ്രോബ്ലം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് കുറച്ചുകൂടെ ഫാസ്റ്റ്, നെക്സ്റ്റ് ക്ലാസ് ഓൺവേഴ്സ് നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യണം കേട്ടോ. കാരണം ഇതൊരു വലിയ ചാപ്റ്റർ ആണ്. നിങ്ങൾ ടെക്സ്റ്റ് കണ്ടായിരുന്നോ? കണ്ടന്റ്. ഇറ്റ്സ് എ ബിഗ് ചാപ്റ്റർ ഐ തിങ്ക്. ഇറ്റ്സ് ഓക്കെ. ലെറ്റ്സ് മൂവ് ഫാസ്റ്റ്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. വാട്ട് യു ഹാവ് ടു സേ, read your textbook. You must read your textbook after every class at least 3 times. അതിലെ പോയിന്റ്സ് മനസ്സിലാവുന്ന വരെ വേണമെങ്കിലും മനസ്സിലാവാത്തവർക്ക് വായിക്കാം. Okay? Okay. Then see you in the next class. Bye bye. Okay, bye.